നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. അങ്ങനെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി, പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രിയുമായി. കഴിഞ്ഞ 5 വർഷമായിട്ട് പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയത് പ്രതിപക്ഷമാണ്. പക്ഷേ പ്രതിപക്ഷം ഇപ്പോൾ ഭരണപക്ഷത്തേക്ക് വന്നതോടുകൂടി പിണറായി വിജയനെതിരായിട്ടുള്ള അവരുടെ ശബ്ദമൊക്കെ ഒന്ന് തണുത്തു. 5 വർഷമായിട്ട് പിണറായി വിജയനെതിരായിട്ട് ഒരു ശബ്ദം പോലും ഉയർത്താതിരുന്ന അന്നത്തെ ഭരണപക്ഷം അല്ലെങ്കിൽ CPM ആണ് ഇപ്പോൾ പിണറായി വിജയനെതിരായിട്ട് ശബ്ദിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് കരുതുക. ഇതാണോ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിനെ ചോദ്യം ചെയ്യുകയാണ്. ആര്? കോൺഗ്രസ് അല്ല, ഭരണപക്ഷത്ത് ആരുമല്ല, സാക്ഷാൽ CPM തന്നെ. എല്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെതിരായിട്ട് പ്രമേയം പാസ്സാക്കുന്നു, അഭിപ്രായ പ്രകടനം നടത്തുന്നു. ഇപ്പോഴാണ് പിണറായി വിജയൻ ധിക്കാരിയാണ്, ധാർഷ്ട്യമുള്ള ആളാണ്, അഹങ്കാരിയാണ്, ഭാഷ ശരിയല്ല, അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നത്. സത്യത്തിൽ പിണറായി വിജയന് സംഭവിച്ചത് എന്താണെന്ന് നമ്മളൊന്ന് നോക്കണം. പിണറായി വിജയനെ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെ സൗമ്യമായി സംസാരിക്കുകയും വളരെ സൗമ്യമായിട്ട് ആളുകളോട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല നേതാവായിരുന്നു. പക്ഷേ അധികാരത്തിൽ വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ രൂപം മാറി, അദ്ദേഹത്തിൻ്റെ ഭാവം മാറി, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മാറി. അദ്ദേഹത്തിന് ചുറ്റും വന്ന് നിറഞ്ഞ ഈ പോലീസും ഉദ്യോഗസ്ഥരും പിന്നെ ഈ ബ്ലാക്ക് കാറ്റും എല്ലാം കൂടി അദ്ദേഹത്തെ പ്രേതാവേശം പോലെ അദ്ദേഹത്തെ അങ്ങ് മാറ്റുകയായിരുന്നു എനിക്ക് തോന്നുന്നു. 10 വർഷം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു. അദ്ദേഹം മറ്റൊരു പിണറായി വിജയനായി മാറി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് അധികാരസ്ഥാനം പോയപ്പോൾ അദ്ദേഹം വീണ്ടും പഴയ പിണറായി വിജയൻ തന്നെ ആയതുപോലെ തോന്നി. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, അന്ന് നിയമസഭയിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അന്ന് സുധാകരനായിരുന്നു അന്ന് പ്രോട്ടേം സ്പീക്കർ. സുധാകരൻ്റെ അടുത്ത് പിണറായി വിജയൻ ചെന്നതും അവർ തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തതും സുധാകരൻ്റെ തോളിൽ പിണറായി വിജയൻ തൊട്ടതും തലോടിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ പിണറായി വിജയൻ നമ്മൾ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നില്ല. അതിനുശേഷം CPMൽ തന്നെ വിമതരായി വന്ന് മത്സരിച്ച് ജയിച്ച കുഞ്ഞികൃഷ്ണൻ, ഗോവിന്ദൻ, ഇവരെയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പിണറായി വിജയൻ വളരെ ഹാർദമായിട്ടാണ് അവരെയൊക്കെ സ്വീകരിച്ചതും ഷെയ്ക്ക് ഹാൻഡ് ചെയ്തതുമൊക്കെ. അപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ ആ അധികാരത്തിൻ്റെ ആ പ്രേതാവേശം മാറി അദ്ദേഹം സൗമ്യനും സാധാരണക്കാരനുമായി. അപ്പോൾ ഇനി എന്തിനാണ് പിണറായി വിജയനോട് ശത്രുത ഈ CPMന്? CPMൻ്റെ ആ എതിർപ്പ് ഉണ്ടാവേണ്ട സമയത്ത് അവരത് ചെയ്തില്ല, അല്ലെ അവരുടെ സംഘടനാ സംവിധാനം അതിന് അനുവദിച്ചില്ല. ഇപ്പോൾ അദ്ദേഹം വളരെ നല്ല ഒരു പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള എല്ലാ സാധ്യതകളുള്ള വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ സർക്കാർ ചെയ്തതായിട്ട് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾക്കെതിരെ ഭരണപക്ഷത്തിരുന്ന ആരെങ്കിലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനും എതിർക്കാനും കഴിയുന്ന ആൾ സാക്ഷാൽ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ തന്നെയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് പിണറായി വിജയൻ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ അദ്ദേഹത്തെ നിർബന്ധിച്ച് ബലമായിട്ട് താഴെ ഇറക്കരുത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സംഭാഷണവും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സൗമ്യതയും കാണുമ്പോൾ അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ശൗര്യമൊക്കെ അദ്ദേഹം എടുക്കേണ്ടടുത്ത് എടുത്തോളും. അത് ഭരണപക്ഷത്തിനെതിരായിട്ടാണ് എടുക്കേണ്ടത്, അത് അവരെടുക്കട്ടെ. അപ്പോൾ ഈ അധികാരം നമ്മളെ ആളുകളെ മാറ്റിമറിക്കുന്നത് പലപ്പോഴും നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. എന്നാൽ അധികാരം കൊണ്ട് മാറാത്തവരുണ്ട്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് നമുക്കറിയാം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയെങ്കിലും ഉമ്മൻചാണ്ടി ഒരിക്കലും ശരീരഭാഷയിലോ സംഭാഷണത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും ആ അധികാരത്തിൻ്റെ ഗർവ് കാണിക്കത്തില്ല. അത് ഓരോരുത്തരുടെ സ്വഭാവമാണ്. AK ആന്റണി അധികാരത്തിൻ്റെ ഗർവ് കാണിക്കില്ല എന്ന് മാത്രമല്ല, പുള്ളിക്ക് അധികാരം വരുമ്പോൾ പേടിയുള്ള ഒരാളാണ്. അധികാരം വേണമെങ്കിലും പേടിയാണ്. കാരണം അധികാരം തന്നെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് അദ്ദേഹത്തിന് ഭയമാണ്. അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രി ആയപ്പോഴും രണ്ടാമത് മുഖ്യമന്ത്രി ആയപ്പോഴും മൂന്നാമത് മുഖ്യമന്ത്രി ആയപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഈ അധികാരമൊക്കെ വരുമ്പോൾ അങ്ങ് പോകും. അപ്പോൾ ഒരു ദിവസം മുഖ്യമന്ത്രിയെ അധികാരം ഏൽക്കുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ട് അധികാരം ഏൽക്കുമ്പോൾ ആന്റണി അന്ന് ചിന്തിക്കുന്നത് ഇറങ്ങിപ്പോകുന്ന ദിവസത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ആന്റണി. അത് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലൊക്കെ അത് വളരെ പ്രകടമാണ്. കാരണം ഈ അധികാരം എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ കേന്ദ്രമന്ത്രിയായ ശേഷം അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വഴുതക്കാട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നപ്പം വീടിൻ്റെ മുന്നിൽ പോലീസിന് സെക്യൂരിറ്റി ഇട്ടിരിക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇട്ടതാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേദിവസമായിരുന്നത്. അദ്ദേഹം ചോദിച്ചു, എന്താ? അല്ല, അത് സെക്യൂരിറ്റിയാണ് എന്ന് പോലീസുകാരൻ പറഞ്ഞു. എനിക്കൊരു സെക്യൂരിറ്റിയും വേണ്ട, ഇതൊക്കെ വരും പോകും. അപ്പം ഞാനൊന്ന് പത്രലേഖകൻ എന്നുള്ള നിലയിൽ അന്ന് പത്രക്കാരോടൊപ്പം അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു രംഗമാണിത്. ഇതൊക്കെ വരും പോകും, അതുകൊണ്ട് നിങ്ങൾ പോയി വീട്ടിൽ പോയി ക്രിസ്മസ് ആഘോഷിച്ചെന്നും പറഞ്ഞ് ആ പോലീസുകാരനെ പറഞ്ഞു വിട്ടു. അപ്പോൾ അതായിരുന്നു AK ആന്റണി. അദ്ദേഹത്തിന്
അധികാരം അദ്ദേഹം ഒരു പേടിയോടെയാണ് കണ്ടിരുന്നത് എപ്പോഴും. കാരണം അധികാരം തന്നെ മാറ്റുമോ എന്ന് അദ്ദേഹത്തിന് പേടി, അധികാരം വന്നാൽ അതുപോലെ പോകും എന്നുള്ള അദ്ദേഹത്തിന് ഒരു മുൻവിധിയുമൊക്കെ ഉണ്ട്. പക്ഷേ കരുണാകരൻ അങ്ങനെയായിരുന്നില്ല. കരുണാകരൻ അധികാരത്തിൽ അഭിരമിച്ചിരുന്ന നേതാവ് തന്നെയായിരുന്നു. അധികാരം ഉപയോഗിക്കാൻ അറിയാം, അദ്ദേഹത്തിന് ശരീരഭാഷയിൽ അധികാരമുണ്ട്. കരുണാകരന് ഒറ്റ പ്രശ്നമുള്ളൂ, കരുണാകരൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ശരീരഭാഷ മാറിയില്ല എന്നുള്ളതാണ്. അപ്പം പക്ഷേ EMS അധികാരം തീണ്ടാത്തൊരു മനുഷ്യനാണ്, അധികാരം ആവേശിക്കാത്തൊരു മനുഷ്യനാണ് EMS നമ്പൂതിരിപ്പാട്. നായനാർ ടിപ്പിക്കൽ എക്സാമ്പിൾ. അദ്ദേഹം ഒരിക്കലും മുഖ്യമന്ത്രിയാണെന്നുള്ള ഭാവമേ അദ്ദേഹത്തിനില്ല. അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോഴാണെങ്കിലും ശരി, പൊതുജനങ്ങളോട് ശരി, TV-യിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും അദ്ദേഹം സംസാരിക്കുന്ന എപ്പോഴും ഒരു സാധാരണ പാർട്ടിക്കാരനെ പോലെ തമാശ പറഞ്ഞും കൊച്ചു വർത്താനം പറഞ്ഞുമൊക്കെയാണ്. താനൊരിക്കലും മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം, പിന്നെ മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഭരിച്ചിരുന്ന അദ്ദേഹമല്ല, പാർട്ടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഭാവമോ ശരീരഭാഷയോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യവുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, സാക്ഷാൽ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ പ്രേതാവേശം മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സൗമ്യനായി. ഇനി അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി തുടരാനായിട്ട് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പാർട്ടിയും എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളും അനുവദിക്കണമെന്ന് മാത്രമാണ്. ഇനിയിപ്പോൾ നമുക്കറിയാനുള്ളത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ, അദ്ദേഹത്തെ ഈ അധികാരം എങ്ങനെ മാറ്റും എന്നുള്ളതാണ്. ഇപ്പോഴേ സോ ഫാർ സോ ഗുഡ്. ഇപ്പോഴേതായാലും അദ്ദേഹത്തെ അധികാരം ആവേശിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നാളെ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് ഒരു അധികാരത്തിന് ഗർവില്ലാതെ, അധികാരത്തിൻ്റെ ആ ഒരു ഭാവങ്ങളൊന്നുമില്ലാതെ, ആ ഒരു ശരീരഭാഷയില്ലാതെ വളരെ സൗമ്യനായി ഒരു മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാനേ നമുക്കിപ്പോൾ കഴിയുകയുള്ളൂ.